നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലാപാഹ്വാന കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് കണ്ടതിന് പിന്നാലെ പോലീസിനെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അബിൻ വർക്കി. വാറോല കിട്ടിയെന്നും ഇനി അങ്ങെന്ന് പറയുന്നത് പോലെ കേട്ടോളാമേ എന്നും ഒന്ന് പോടാപ്പ എന്നുകൂടിയായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള അബിൻ വർക്കിയുടെ പ്രതികരണം. കണ്ണൂരിലെ നടത്തിയ പത്രസമ്മേളനത്തിലെ പരാമർശത്തിനെതിരെയായിരുന്നു അബിൻ വർക്കിക്കെതിരെ കലാപാഹ്വാനവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ടൗൺ SI PP ഷമീലിന്റെ പരാതിയിലായിരുന്നു ഈ കേസ്. കണ്ണൂർ ACP TK രത്നകുമാറിനെയും ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയെയും ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശം കേട്ട് KSUക്കാരെ ആക്രമിച്ചാൽ തെരുവിലടിക്കുമെന്ന് അബിൻ വർക്കി നേരത്തെ പറഞ്ഞിരുന്നു. കണ്ണൂർ SPക്കെതിരെയും അബിൻ വർക്കി ഭീഷണി മുഴക്കിയിരുന്നു. കണ്ണൂർ DCC ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം. ഇങ്ങനെ പോയാൽ കണ്ണൂർ ACP സർക്കാർ പെൻഷൻ വാങ്ങില്ല എന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. പാർട്ടി ഓഫീസിൽ നിന്നുള്ള നക്കാപ്പിച്ച വാങ്ങി ജീവിതകാലം കഴിയേണ്ടി വരും. ഇത് പഴയ കണ്ണൂരല്ലെന്ന് TK രത്നകുമാറിനും ശ്രീജിത്തിനും മനസ്സിലാക്കണമെന്നും അബിൻ വർക്കി പറഞ്ഞിരുന്നു. കണ്ണൂരിൽ KSUക്കാരെ SFIയോടൊപ്പം പോലീസ് വേട്ടയാടുന്നുവെന്നാണ് ആരോപണം. ഇതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇറങ്ങുമെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേസൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് അബിൻ വർക്കി പറഞ്ഞത്. എല്ലാ കാലവും P ശശി കേരളം ഭരിക്കുമെന്ന പ്രതീക്ഷ ഒന്നും തന്നെ ഇവർക്ക് വേണ്ട എന്നും കണ്ണൂർ പണ്ടത്തെ കണ്ണൂരല്ലെന്ന് ഓർക്കണമെന്നും കൂടിയാണ് മുന്നറിയിപ്പ് നൽകിയത്. സമരത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന KSU നേതാവായിട്ടുള്ള അർജുൻ കോറോത്തിനെതിരെയും പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ദിവ്യദൃഷ്ടിയിൽ കണ്ടതുകൊണ്ടാണോ എന്ന് അബിൻ വർക്കി ഇതിനു മുൻപേ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ണൂരിലെ KSU പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിലായിരുന്നു അബിൻ വർക്കി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതും അതിന് പിന്നാലെ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.